മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മൾ ഈ കാണുന്നത് അലി ഖൊമേനി എന്ന മതഭ്രാന്തൻ കൊല്ലപ്പെട്ട സമയത്ത് ഇറാനിയൻ ജനത തെരുവിലിറങ്ങിയിട്ട് ആഘോഷിക്കുന്നതാണ്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു സുന്ദരമായ നിമിഷത്തിന് ലോകം എത്രത്തോളം ആഗ്രഹിച്ചതാ. 2023 ഒക്ടോബർ 7 മുതൽ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. ഈ നശിച്ച അലി ഖൊമേനി ഒന്ന് തീർന്നു കിട്ടാൻ, അതിലൂടെ ലോകത്ത് സമാധാനമുണ്ടാവാൻ. ഈ മതഭ്രാന്തനൊന്ന് തീർന്നു കിട്ടിയാൽ ലോകത്ത് അത്രയും സമാധാനമാണെന്ന് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ട് വന്നിട്ടുള്ള സുന്ദരമായ ഒരു ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അലി ഖൊമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് ആഘോഷത്തോടുകൂടി ഏറ്റെടുത്തിരിക്കുന്നു. എന്നാൽ കേരളത്തിലെ അവസ്ഥ എന്താ? നിങ്ങൾ ഇതൊന്ന് കേട്ടു. സതീശന്റെ ജമാഅത്തെ ഇസ്ലാമിയ പ്രകടനം നിങ്ങൾ കേട്ടില്ലേ? ഇറാന് വേണ്ടി, ഇറാനിലെ മതഭ്രാന്തന് നേരെ ഇസ്രായേലും അമേരിക്കയൊക്കെ ആക്രമണം നടത്തിയതിന് ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും പ്രകടനം വിളിക്കുക. ഉളുപ്പില്ലേ ഈ നിറകെട്ടവന്മാർക്ക്? ഉളുപ്പ് എന്നൊരു സാധനല്ലേ ഈ നിറകെട്ടവന്മാർക്ക്? നമുക്ക് അന്താരാഷ്ട്ര പൊളിറ്റിക്സും അതിലെ സകലതും നമുക്കങ്ങ് മാറ്റിവെക്കാം. എന്നിട്ട് ഓരോ ആളുകളും മലയാളിയായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകള് ജീവിക്കുന്ന, ജോലി ചെയ്ത് ജീവിക്കുന്ന, അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ 5ഓളം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നില്ലേ? ഈ റമദാൻ മാസത്തില് ഇറാൻ എന്ന നെറികെട്ട രാജ്യം ഈ പറയുന്ന 5 അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയതിന് എതിരെ എന്തേ ഈ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഇറാന് പിന്തുണയ്ക്കുന്ന ഒരു ജിഹാദികൾ പോലും അത് മിണ്ടാത്തത്? അപ്പോ കേരളത്തിലെ ജിഹാദികൾ എന്ന് പറയുന്നത് മതത്തിലും അപ്പുറം ജിഹാദിസത്തെയാ. പൊട്ടിത്തെറിക്കുന്നവരെ മാത്രമേ ഇവര് അംഗീകരിക്കുന്നു. ഒരു മുസ്ലിമിനെ ഇവർ അംഗീകരിക്കൂല. ഇവിടെ പ്രകടനം വിളിക്കുന്ന ഈ ഇറാനൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകളെ, അവര് പൊട്ടിത്തെറിക്കുന്ന ജിഹാദികളെ മാത്രമേ പിന്തുണയ്ക്കൂ. അതല്ലേ? ഇറാന് വേണ്ടി ഇന്ന് കേരളത്തിൽ പ്രകടനം നടത്തുന്ന, സോഷ്യൽ മീഡിയയിൽ പ്രകടനം നടത്തുന്ന ആളുകളുടെയൊക്കെ തലയിൽ എന്താ കളിമണ്ണാണോ? ഒരു ഉളുപ്പില്ലേ? എത്ര നെറികെട്ടവന്മാരാ! നമ്മളിൽപ്പെട്ട ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ 5 ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ റമദാൻ മാസത്തിൽ പോലും ഒരു ജിഹാദി രാജ്യം കിടന്ന് ആക്രമണം നടത്തുമ്പോ ഇറാനെതിരെ ഒരക്ഷരം മിണ്ടാതെ കേരളത്തില് ഇറാന് വേണ്ടിയും ആ കോപ്പിലെ ഖൊമേനിക്ക് വേണ്ടിയും ആളുകൾ ഇവിടെ രംഗത്തിറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം അപകടത്തിൽ തന്നെയാ. ഒരു തർക്കവും അതിലാർക്കും തന്നെ വേണ്ട. ഇത്തരം ജിഹാദികളെ വളർത്തുന്നത് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട. ജമാഅത്തെ ഇസ്ലാമിക്ക് ഉൾപ്പെടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പ്രധാനിയാണ് ഈ പറയുന്ന VD സതീശൻ. ഇടതുപക്ഷം മോശമൊന്നുമല്ല, അവരും ഇറാന് വേണ്ടി തന്നെയാണല്ലോ രംഗത്തിറങ്ങുന്നത്. അമേരിക്കക്കെതിരെ ഉളുപ്പില്ലേ? പിണറായി വിജയൻ ഏത് നേരവും അമേരിക്കയിലേക്ക് പോയിട്ടല്ലേ ജീവൻ പോലും നിലനിർത്തുന്നത്? നന്ദി വേണം ഒരു മനുഷ്യരായാൽ ലേശമെങ്കിലും. അതുമില്ല. അമേരിക്കയിൽ പോയിട്ട് ജീവൻ നിലനിർത്തുന്ന പിണറായും കൂട്ടരും അമേരിക്കക്കെതിരെ ജാതി ജിഹാദികള് ഒരു ഭാഗത്ത് അണിനിരന്ന് ഇറാനെ പിന്തുണയ്ക്കുക. ഈ പിന്തുണച്ച് കമന്റ് ഇടുന്നവന്റെയും പിന്തുണക്കുന്നവരുടെയൊക്കെ കുടുംബക്കാരോ റിലേറ്റീവ്സോ സ്വന്തക്കാരോ ഗൾഫിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടോ? ഇതൊന്നും ഇവരാരും കാണുന്നില്ല. ലോകത്തിന് ഇസ്രായേലി ചെയ്ത ഏറ്റവും വലിയൊരു നന്മയാണ് ഈ ഖൊമേനി അങ്ങ് തീർത്തത് എന്നുള്ളതാ സകല ആളുകളും തിരിച്ചറിയേണ്ടത്. പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട്. ഇസ്രായേലി പ്രധാനമന്ത്രി കൃത്യമായിട്ട് ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 തൊട്ടു പിന്നാലെ പറഞ്ഞു, ലോകത്തെ ഭീകരതയെ നശിപ്പിക്കും, ലോകത്തെ സകല ഭീകരതയും അടിച്ചു തകർക്കൂ, അത് ഹമാസ് മുതൽ സകലതിനെയും തീർക്കുമെന്ന് കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. അതേപോലെയല്ല ഇപ്പോ സംഭവിച്ചിട്ടുള്ളത്. ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയെ ഇസ്മായിൽ ഹനിയയെ
ഇസ്രായേൽ എതിർത്തു. പിന്നീട് വന്നിട്ടുള്ള യഹിയാസിന്മാരിനെ ഇസ്രായേൽ എതിർത്തു. ഈ ഇസ്മായിൽ ഹനിയക്കും യഹിയാസിന്മാരിനും നമ്മുടെ കേരളത്തിൽ പ്രകടനം നടന്നു. ഇതൊക്കെ പ്രത്യേക വളരെ ഗൗരവത്തിൽ ഈ അപകടാവസ്ഥയെ കുറിച്ച് നമ്മൾ മലയാളികൾ ചിന്തിക്കേണ്ടതാ. പിന്നീട് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ മേധാവി ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ എതിർത്തു. ലോകത്തെ ഭീകരരെ തേടിപ്പിടിച്ച് ഇസ്രായേൽ എതിർത്തു. ആർക്ക് വേണ്ടി? ഇസ്രായേലിന് സ്വന്തമാ? ഇസ്രായേലിന് വേണ്ടി മാത്രമാണ്? അല്ല, ലോക സമാധാനത്തിന് വേണ്ടി. പ്രത്യേകം ഓർക്കണം, ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പാകിസ്ഥാനിൽ ലഷ്കർ-ഇ-തൊയ്ബയുമായിട്ട് നടത്തിയ മീറ്റിംഗിന് ശേഷമാണ് നമ്മുടെ പഹൽഗാമിലേക്ക് പാകിസ്ഥാനിലെ ഭീകരര് ആക്രമണം നടത്തിയത്. ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് തെരുവിലിറങ്ങി ഇറാന് വേണ്ടി പ്രകടനം വിളിക്കുന്ന സകല നിറികെട്ടവന്മാരോ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പഹൽഗാമില് മതം ചോദിച്ച് കൊല ചെയ്തിട്ടുള്ള ഭീകരർക്കെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ? പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്ത് നടന്ന ഭീകരാക്രമണങ്ങൾക്കെതിരെ നിരവധി ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നിന് ഇവരൊക്കെ ഇറങ്ങിയിട്ട്, നമുക്കറിയാം മുംബൈ ഭീകരാക്രമണം, ഈ സമയത്ത് ഈ പറയുന്ന ആരെങ്കിലും രംഗത്തിറങ്ങിയിട്ടുണ്ടോ ജമാഅത്ത് ഇസ്ലാമി? ഇല്ല. അവർ അന്നും അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നിസ്കാരത്തിനുള്ള മത്സരത്തിലായിരുന്നു എന്നുള്ളതാ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയേണ്ടത്. നമ്മുടെ കേരളത്തിൽ ഒരു പറ്റം ജിഹാദികളുണ്ട്, നമ്മുടെ നാടിന്റെ നാശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ. ഇത്തരം ഈ ഇറാൻ, ഈ ഖമൈനിക്ക് വേണ്ടി ആര് രംഗത്തിറങ്ങുന്നോ അവർ നമ്മുടെ രാജ്യത്തിനെതിരെ ഏത് സമയത്തും രംഗത്തിറങ്ങുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. നരേന്ദ്രമോദിയെ പേടിച്ചിട്ടാണ്, നരേന്ദ്രമോദി സർക്കാർ സംവിധാനത്തെ പേടിച്ചിട്ടാണ് ഖമൈനിയെ പിന്തുണക്കുന്ന, ഈ ഹമാസിനെ പിന്തുണക്കുന്ന, ഭീകരരെ പിന്തുണക്കുന്ന കേരളത്തിലെ ജിഹാദികളൊക്കെ അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും മലയാളികൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. ഏറ്റവും വലിയൊരു അപകടാവസ്ഥ എന്നുള്ളത് നമ്മുടെ കേരളത്തില് ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചിട്ട് പോലും ജിഹാദികളെയാണ് കേരളത്തിലെ ആളുകൾ ഈ ജിഹാദികൾ പിന്തുണക്കുക. അത് എത്രത്തോളം വലിയ അപകടാവസ്ഥയാ. ഈ ഖമൈനി എന്ന നിറികെട്ടവനെതിരെ ഇറാനിൽ ആഘോഷം നടക്കുക, ഇറാനിൽ ആനന്ദ നൃത്തമാടുക, യുവതീ യുവാക്കൾ ആനന്ദ നൃത്തമാടുക. ഇറാൻ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയതാ. ഈ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളയുടെ മേധാവിയെ തീർത്ത് ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ളയെ, ഹമാസിനെ, ഹൂത്തിയെ പോറ്റി വളർത്തിയ ഖമൈനിയെ തന്നെ അങ്ങ് തീർത്തതോടുകൂടിയിട്ട് ഏകദേശം ഈ യുദ്ധം അവസാനിക്കുന്നതിലേക്ക് തന്നെയാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അതായത് ഇസ്രായേൽ ഭീകരതയുടെ അടിവേരി തന്നെ അങ്ങ് അറത്തു എന്നുള്ള വാർത്തയല്ലേ നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ലോകത്തിന് മഹത്തായ ഒരു സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്. ഭീകരതയുടെ അടിവേരാണ് അറുത്തിരിക്കുന്നത്. ഇസ്രായേലിനോട് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല മനുഷ്യർക്കും എന്നും കടപ്പാടുണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത വിഷയം തന്നെയാണ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ അന്തിമ വിജയം നീതിക്ക് മാത്രമാണ്. അത് ഇസ്രായേല് മാത്രമാണ് ഈ യുദ്ധത്തിൽ അവസാനം വിജയക്കൊടി പാറിക്കുക എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.